നമസ്കാരം. അവർ ടി വി 24/7 സിനിമാ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഭ ഭ ഭ ഭയം, ഭക്തി, ബഹുമാനം. സിനിമ കണ്ടു. സിനിമ കൊള്ളാം, 100% കുറ്റവിമുക്തമെന്ന് ഉറപ്പുള്ള തരത്തിലുള്ള മാസ് ഡയലോഗുകളാണ് ഈ സിനിമയിലുള്ളത്. അങ്ങനെയെങ്കിൽ വിധിക്ക് മുമ്പേ തന്നെ ദിലീപിന് അറിയാമായിരിക്കും വിധി എന്തായിരിക്കുമെന്ന്. പണവും സ്വാധീനവുമാണെന്ന് തോന്നുന്നില്ല. തെറ്റു ചെയ്തിട്ടില്ലെന്നുള്ള ഉറച്ച വിശ്വാസം, അയാളുടെ കോൺഫിഡൻസ്, അതാണ് ആ മാസ് ഡയലോഗുകളിൽ കാണുന്നത്. ജഡ്ജി ഒരു സുപ്രഭാതത്തിൽ വന്ന് കേസിൽ നിന്ന് വെറുതെ വിട്ടതല്ലല്ലോ. വർഷങ്ങൾ നീണ്ടുനിന്ന വാദം, 200-ൽ പരം സാക്ഷികൾ, 100-ലധികം ഡിജിറ്റൽ തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ഫോൺ മെമ്മറി കാർഡുകൾ, വാട്സപ്പ് ഡേറ്റ, മെറ്റാഡേറ്റ, കോൾ റെക്കോർഡ്, പല അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ, സാക്ഷിമൊഴികൾ, ക്രോസ് വിസ്താരങ്ങൾ, വക്കീലന്മാരുടെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വാഗ്വാദങ്ങൾ, ഇതെല്ലാം പരിശോധിച്ച് 8 വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിലാണ് ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി വിധിക്കുന്നത്. കോടതി വിധിയെ മാനിക്കുന്നു. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. ധനഞ്ജയ് ശങ്കർ നന്നായി തന്നെ എല്ലാവരെയും യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ പറയാം. ലാലേട്ടൻ ഫാൻസിന് അറുമാദിക്കാനുള്ള എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ ലാലേട്ടൻ എങ്ങനെയാണോ നമുക്കൊരു മാസായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ആ മാനറിസം എല്ലാം, ആ വിൻറ്റേജ് സ്റ്റൈൽ എല്ലാം ഉൾപ്പെടുത്തിയാണ് ആ സിനിമ പോയിരിക്കുന്നത്. പിന്നെ പറയാതിരിക്കാൻ നിവർത്തിയില്ല, വിനീത് ശ്രീനിവാസൻ അമ്മാതിരി പെർഫോമൻസാണ് വിനീത് അതിവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ജീവിതത്തിൽ കാണുന്നത് പോലെ തന്നെ സിനിമയിലും ധ്യാൻ ശ്രീനിവാസൻ അടിപൊളിയാണ്. ധ്യാൻ്റെ എൻട്രി മുതൽ അവൻ അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്തു എന്നുള്ളതാണ് സൂപ്പർ. അതായത് ആരും കൈയടിച്ചു പോകും. മറ്റൊരു വിശേഷത, ഈ സിനിമയിലുടനീളം ബൈജു സന്തോഷ് അമ്മാതിരി പെർഫോമൻസുമായിട്ട് കൂടെയുണ്ട്. സലീം കുമാർ, അശോകൻ, അങ്ങനെ വേണ്ട നീണ്ട നിരയാണ്. അതായത് ഒരു 100-ൽ പരം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും ഈ സിനിമ കാണണം. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് പേരുടെ ഇഫേർട്ടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ മോശമാണെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് സിനിമ എന്നതൊരു വ്യവസായമാണ്. ഗോകുലം ഗോപാലേട്ടൻ അടിപൊളിയായി പെർഫോം ചെയ്ത് അറുമാദിച്ചു എന്ന് തന്നെ പറയാം. ലാലേട്ടൻ്റെ കൂടെയും ദിലീപിൻ്റെ കൂടെയൊക്കെ ചേർന്നുള്ള മാസ് ഡാൻസും ഒക്കെ ആയിട്ട് സിനിമ ഗംഭീര വിജയമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സിനിമ കാണാം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്.